എഗ് ഹക്ക നൂഡിൽസ് തയ്യാറാക്കാൻ ഒരു പാനിൽ വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് ഉപ്പും ഓയിലും കൂടെ ഒഴിപ്പിച്ച് ചൂടാക്കുക. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. തിളപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കളയാം. ഇനി തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. നൂഡിൽസ് പരസ്പരം മുട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിക്കുന്നത്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകാൻ വിടണം. ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞ സവോള ചേർക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് ഇളക്കുക. അടുത്തതായി ക്യാരറ്റും ബീൻസും പാനിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി പാകമാക്കാം. ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് പാകമാകാൻ അനുവദിക്കരുത്. ഇനി വേറെ ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് തയ്യാറാക്കിയ നൂഡിൽസ് ഇടാം. ഇനി തയ്യാറാക്കിയ എഗ് മസാല ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കാം. കുറഞ്ഞ തീയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നൂഡിൽസ് കരിഞ്ഞു പോകാൻ യാതൊരു കാരണവശാൽ ഇടവരരുത്. നന്നായിട്ട് ഇളക്കി പാകമാക്കി എടുത്താൽ നമ്മുടെ എഗ് ഹക്ക നൂഡിൽസ് തയ്യാറായി. അപ്പോൾ എങ്ങനെയാണ് എഗ് ഹക്ക നൂഡിൽസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് മനസ്സിലായില്ലേ? ഈവനിങ് സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസ് ആണിത്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.